അവരെ സ്ഥിരം പരിപാടിയാണ് മൊത്തം കത്തിച്ചു പറയും. ഒരു സാധാരണ മനുഷ്യനാണ്, ഈ നാട്ടിലൂടെ കളിത്തോണ്ട് ഡ്രസ്സിട്ട് നടത്തിയ മനുഷ്യനാണ്. ഈ കമ്പനി കയറി ഇങ്ങനെ കഴിയുന്നുള്ളതാണ്. ഇന്ന് ഈ നാട്ടിലേക്ക് പരിഗണിക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ വന്നിട്ടില്ലാണ്ടെങ്കിൽ ഏറ്റവും വലിയ നീതികേടായിട്ട് മുമ്പോട്ടാണ് മെനക്കെട്ട് വന്നത്. പനി പിടിച്ച് കിടപ്പിലായിരുന്നു, ചെറിയ വിറപ്പുണ്ട്. അപ്പോ കൂടുതലൊന്നും വരാനില്ല. ഏറ്റവും പ്രധാന കാര്യമാണ്, ഞാനൊരു മഞ്ചേരിക്കാരനാണ്. ഇവിടെ JTS പഠിച്ചിട്ടുണ്ടായിരുന്നത്, എത്തിങ്ങാന JTS ഇവിടെ കേൾക്കാണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ മഞ്ചേരിക്കാർക്ക് എല്ലാവിധ ഗ്യാരണ്ടിയും വാറണ്ടിയും ഞാൻ നൽകുകയാണ്. അപ്പോ അങ്ങനെയാണ് കഷ്ടപ്പെട്ട് കേട്ടിട്ടുള്ളത്. എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 കോടി 80 ലക്ഷം വരുമാനം വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. പല ആൾക്ക് പല സംശയങ്ങളുണ്ടാവും. പല തള്ളുകൾ കേട്ട സമയത്ത് അത് കേട്ടിട്ടുണ്ട് വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഞാനും അങ്ങനെ പണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ മലയാളിയായിരുന്നു. ഇപ്പോ ടിപ്പിക്കൽ മലയാളികൾ അങ്ങനെയാണ്, എന്ത് കേട്ടാലും കേട്ടിട്ടുണ്ട്. ഇന്നസെന്റ് കേട്ടിട്ടുണ്ട്. ബാക്കൊന്നും ഞാൻ ഇന്നസെന്റ് തലകാടുന്ന പോലെ ആട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും എല്ലാ കാലം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ ഇന്നിപ്പോ അത്ര പ്രശ്നമില്ലാന്ന് തോന്നുന്നു. കാരണം ഇന്ന് നമ്മൾ കുറച്ച് പറഞ്ഞാല് അറിയാത്ത അവസ്ഥ ഇല്ലാത്ത കേസ് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പൊ കമ്പനി 11ാം വർഷത്തേക്ക് കടന്നിരിക്കുകയാണ്. ധാരാളം കസ്റ്റമേഴ്സ്, ധാരാളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വലിയ രീതിയിൽ കമ്പനി വളർന്നിട്ടുണ്ട്. 20 ജില്ല ഏകദേശം 30ഓളം രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കമ്പനി അത്രയും വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഏറ്റവും സിമ്പിൾ ചെറിയൊരു അനുഭവം പറയാം. ഞാൻ ഈ കമ്പനി വരാനായിട്ടായത് ഞാനൊരു ബിസിനസ്സായിട്ട് വന്നതല്ല, ഞാൻ ഗൾഫിൽ ബിസിനസ്സായിരുന്നു. അപ്പോ നാട്ടിൽ വരേണ്ട സാഹചര്യം പറയുകയാണെങ്കിൽ വൈഫ് പ്രഗ്നൻസിയെ സംബന്ധിച്ച് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോ ആ സമയത്താണ് ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടാനായിട്ടായതും. ആ പ്രൊഡക്റ്റ് വൈഫിന് കൊടുത്തു, റിസൾട്ട് കിട്ടി. അങ്ങനെ അവിടെ നല്ല കസ്റ്റമറായി മാറി. പിന്നെ ആ റിസൾട്ടിലൂടെ പിന്നെ ഈ കമ്പനിന്റെ ഒരാളായി മാറി. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിനെ നല്ല പോലെ കിട്ടൂല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിനെ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടൊന്നും കൂടി കുട്ടിയെ നല്ലപോലെ കിട്ടുന്ന പറഞ്ഞ കേസായിരുന്നു. ഇവിടെ പ്രശാന്തി ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റൽ മോശം പറയല്ല, അവരെ സയൻസ് അനുസരിച്ച് ഈ കുട്ടിക്ക് ഒരു നല്ല നോർമൽ ലൈഫ് ഉണ്ടാവില്ല പറഞ്ഞായിരുന്നു. ഇപ്പൊ ഏതായാലും 6.5 കൊല്ലമായിട്ട് പപ്പടം പോലെ നോർമൽ ലൈഫ് കഴിഞ്ഞു. ആ സമയത്ത് അവരുണ്ടായിരുന്നു. ചിലപ്പോൾ പക്ഷേ ഇപ്പൊ എന്തോ ഒരു ലക്കിൽ കിട്ടിയതായിരിക്കും. പക്ഷെ ഇനിയിപ്പോ ഈ ഗർഭിണിയെ പറ്റി കൂടുതൽ പ്രസംഗിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ. അങ്ങനെയാണല്ലോ അല്ലെ? എന്താണ് ഇതൊക്കെ തട്ടിപ്പ് മരുന്നാട് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെയാണ്. അടുത്തൊരു കുട്ടിയോട് പ്രസവിച്ചിട്ടുണ്ട്, വേറെ കുട്ടി ഉണ്ടാവും. അതിന് ശക്തമായ ഒരു ഉദാഹരണമായിട്ടുള്ള റണ്ണിക്കൊണ്ടിരിക്കുന്ന അടുത്ത കുട്ടികളുണ്ട്. ഞാൻ ഈ കമ്പനിയുടെ ഏകദേശം വന്നോളൂ. ആ ചെറുക്കനെ വിട്ട ഞാൻ അങ്ങനെ പാഞ്ഞു കൊടുക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോ ഈ കമ്പനി പറഞ്ഞാൽ 6 വർഷമായിട്ട് ഈ കമ്പനിയിൽ നിൽക്കുന്നു. കമ്പനിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞാൽ 1 കോടി 80 ലക്ഷം വരുമാനം ഉണ്ടാക്കി. കൂടെ വന്നിട്ടുള്ള 200ഓളം ആളുകൾക്ക് 1 ലക്ഷം രൂപ വരുമാനമായി കൊടുക്കാൻ സാധിക്കും. ഏകദേശം 52 ലക്ഷം രൂപ കടണ്ടായിരുന്നു എനിക്ക്. ഏകദേശം 3 വർഷമായപ്പോൾ തന്നെ സ്വന്തം ആസ്തി ഒന്നും വിൽക്കാതെ തന്നെ ഇതിന് കിട്ടിയ വരുമാനം കൊണ്ട് ആ കട മൊത്തം വീട്ടാൻ സാധിച്ചു. ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഭയങ്കര ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പറ്റ കിടപ്പിലായി കുടുംബത്തിന്റെ അത്താണി എത്തുന്ന ആൾക്കാർ ആ ഇത് കിടപ്പിലായി പറ്റ പ്രശ്നത്തിലായി വന്ന കുടുംബത്തിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഏറ്റവും വലിയ നേട്ടം എന്ന ഈ കുട്ടി തന്നെയാണ്. അതുകൊണ്ട് ഈ കുട്ടിയുടെ ബർത്ത്ഡേയും ഞാൻ ഈ കമ്പനിയിൽ സീരിയസ് ആയി ഇറങ്ങിയ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഡേറ്റ് ആണ്. അന്ന് മുതൽ ഈ കമ്പനിക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒരു ചാരിറ്റി എന്നുള്ള പോലത്തിൽ ഈ കമ്പനി എല്ലാവരും അറിയണം, ഈ പ്രൊഡക്റ്റ് എല്ലാവരും അറിയണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മാത്രം സ്റ്റാർട്ടിംഗ് വർക്ക് ചെയ്ത ആളായിരുന്നു. പിന്നെ ആളുകൾ വീട്ടിൽ വന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങി കൊണ്ടുപോകുന്നു. അങ്ങനെ കൂടുതൽ വരുമാനം കിട്ടി തുടങ്ങി. അപ്പൊ ആലോചിച്ചു ഇതൊന്ന് പ്രൊഫഷണലായി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നേട്ടം പറ്റും. അങ്ങനെ നേട്ടം സമയത്തും പുണ്യം കിട്ടും. വെറും ചാരിറ്റി പഠിപ്പിൽ മാത്രമല്ല, ഇവിടെ കിട്ടുന്ന പുണ്യത്തിന് കൂടെ ഇവിടേക്കുള്ള പൈസയും കിട്ടും. നമ്മൾ പറയാറുണ്ട് ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ നേട്ടം കൊയ്യാവുന്ന ബിസിനസ് പറയാറുണ്ട്. കാരണം വെച്ചാൽ ആളുകൾക്ക് ആരോഗ്യ, സമ്പത്ത്, സമാധാനം, ശാന്തി കൊടുത്തിട്ടുള്ള ബിസിനസ്സാണ്. യെസ് മറ്റേ വിവരമായി 1 ഉണ്ടായി, 2 ഉണ്ടായി, 3ാമത്തെ പ്രൊസീജിംഗാണ് 7ാം മാസം.
ക്വാളിറ്റി എന്റെ കുടുംബത്തിൽ പറയുകയാണെങ്കിൽ കുടുംബത്തിൽ ധാരാളം ഡോക്ടർമാർ പഠിക്കുന്ന പ്രൊഫസർമാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇത് പറഞ്ഞത് ഇത് നല്ലപോലെ കിട്ടുക, കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവില്ല, ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല, ആസ്മ അലർജി ശ്വാസം മുട്ടൽ ഗ്യാരണ്ടിയാണ്. ആദ്യം ഇതൊക്കെ പറഞ്ഞ കേസായിരുന്നു. ഇതുവരെ ജലദോഷമില്ലാത്ത വേറെ കേസ് ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞാൽ അപ്പൊ അതൊക്കെയാണ് എന്റെ എക്സ്പീരിയൻസുകൾ. ഇപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ കമ്പനിയിൽ നിന്ന് ഇത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയുള്ള വേറെ വ്യക്തി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി ഈ ആൾക്കാർക്ക് വേണ്ടി അതിന് ഉത്തരവാദിത്വം അതിന്റെ ആ സംഗതി ഞാൻ ഏറ്റെടുക്കുകയാണ്. ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്റെ ഓഫീസ് പ്രവർത്തകരുണ്ട്, ഞാൻ ഈ നാട്ടുകാരാണ്, അവർ ഉറപ്പ് ഞാൻ നൽകുകയാണ്.